കീർത്തി ഡ്യൂട്ടിക്ക് പോകാനായി റെഡിയായി വന്നു. ആദിയും വർമ്മയും അഫിയും ഓഫീസിലേക്ക് പോയിരുന്നു. അവളും ലക്ഷ്മിയും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഇന്ദുജ വന്നത്. രണ്ടുപേരെയും മാറി മാറി നോക്കി. കല്യാണം കഴിയണ്ട, അതിനു മുന്നേ കാര്യം നടത്തിക്കോളും. കീർത്തിക്കിത് 2ാം മാസമാണ്. അത് ഉദ്ദേശിച്ചിട്ടാണ് ഇന്ദുജ അങ്ങനെ പറഞ്ഞത്. എൻ്റെ ആൻറ്റി ഡോക്ടറും പ്രൊഫസറും അല്ലേ, പിന്നെ പറയണോ? കീർത്തി എടുത്തടിച്ച പോലെ പറഞ്ഞതും ഇന്ദുജ വിളറിപ്പോയി. നോട്ടം ലക്ഷ്മിയിലായി. പോകാൻ സമയമായി. ഇനി തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നീ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിക്കോ. അത് ഇന്ദുജ വർമ്മയുടെ ഔദാര്യമാണ്. ലക്ഷ്മി ചെയർ വലിച്ചു നീക്കി എഴുന്നേറ്റു. എല്ലാം എന്ന് പറയുമ്പോൾ അഭിമന്യു എൻ്റെ ഭർത്താവും അതിലുൾപ്പെടുമോ മാഡം? ഇന്ദുജയ്ക്ക് ഉത്തരം മുട്ടി. കീർത്തി വായ പൊത്തിപ്പിടിച്ചു. പിന്നെ ഒരാക്കലോടെ ചിരിച്ചു. ഇത് ആ ചെക്കൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൂട്ടുന്ന ലക്ഷണമുണ്ട്, കീർത്തി പറഞ്ഞു. അവൾ പോയതും ലക്ഷ്മി സ്റ്റെപ്പുകൾ കയറി. വയറിന് ഒരസ്വസ്ഥത പോലെ. മാസാമാസം വരാറുള്ള അതിഥി വരവറിയിക്കുന്നതാവും എന്ന സങ്കടത്തിൽ കണ്ണുകൾ നിറഞ്ഞു. ഉദരത്തിൽ ആ കുഞ്ഞു ജീവൻ മുട്ടിട്ടതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ അമ്മയെ അറിയിക്കാൻ ശ്രമിക്കുവാണ്. പക്ഷേ ലക്ഷ്മിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിത്യയെ വിളിച്ച് സംസാരിച്ചു. സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞു. എൻ്റെ ലച്ചു, 2 ദിവസം കഴിഞ്ഞില്ലേ? നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കടി. വേണ്ട, എനിക്ക് കരച്ചിൽ വരും നിത്യ. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പക്ഷേ ഞാൻ പറയുക, ഇത് നമ്മുടെ അഫിക്കുട്ടൻ തന്നെയാ. കോൾ കട്ടായിട്ടും ആ ഫോണും ചെവിയിൽ വെച്ച് അങ്ങനെ ഇരുന്നു. അഫിയും ആരവും മീറ്റിംഗ് റൂമിലാണ്. ഒരു ഇമ്പോർട്ടൻ്റ് പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ നടക്കുന്നു. ഫോൺ വൈബ്രേറ്റ് ചെയ്തതും അഫി ഡിസ്പ്ലേയിലേക്ക് നോക്കി. ചിരിയോടെ നിൽക്കുന്ന ലക്ഷ്മിയുടെ മുഖം കാണുമ്പോൾ തന്നെ അവൻ്റെ ചുണ്ടിൽ പ്രണയം നിറയും. ആരവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് കുറച്ച് മാറി നിന്നു. അഫിയേട്ടാ, നീട്ടിയുള്ള വിളി. എന്താ സീത, ഒന്ന് വരുവോ പ്ലീസ്? എടാ, ഞാൻ മീറ്റിങ്ങിലാണ്, കഴിയാതെ ഇറങ്ങാൻ പറ്റില്ല. അറിയാലോ PS-ന് ഇനി ഒരു 3 hours കൂടിയുണ്ട്. എന്തായാലും നേരത്തെ വരാൻ ശ്രമിക്കാം. ശരി. ആ സ്വരം താഴ്ന്നു പോയിരുന്നു. സങ്കടം വന്നു എന്ന് അവന് മനസ്സിലായി. ഫോണിലൂടെ അവൾക്കായി ഒരു ചുംബനം. ലച്ചുമ, എന്താന്ന് വെച്ചാൽ പറയ്. ഏയ് ഒന്നുമില്ല എൻ്റെ 10 തലയുള്ള ബുദ്ധിരാക്ഷസ. ചിരി ഉയർന്ന കേട്ടതും അവൻ നെഞ്ചിൽ കൈവച്ചു. ക്ലയൻറ്റിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് അഫി കൈത്തണ്ടയിലെ വാച്ചിലേക്ക് നോക്കും. ആരവ് അവനെ തന്നെ ശ്രദ്ധിച്ചു. എന്താടാ, വീട്ടിലെന്തേലും പ്രശ്നമുണ്ടോ? ലക്ഷ്മി ആദ്യമായിട്ടാ ഇങ്ങനെ വിളിച്ച് ഒന്ന് വരുവോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. അഫി, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നീ പോയിക്കോ. ഇനി എന്തായാലും നിന്റെ ആവശ്യമില്ലല്ലോ. അവൻ കുറച്ചു നേരം ആലോചനയോടെ നിന്നു. പിന്നെ പുറത്തേക്ക് വേഗത്തിൽ നടന്നു. അഫി വരുമ്പോൾ ഇന്ദുജ ഹാളിലിരുന്ന് അവനെ തന്നെ നോക്കി. അവരെ ഇഷ്ടമല്ലാത്തതുപോലെ അഫി തല ചരിച്ചു. മാസങ്ങളായി ഈ വീട്ടിലെ ആരും തന്നോട് മിണ്ടാറില്ല. ഇന്ദ്രനെ കോൾ ചെയ്തപ്പോൾ അവന് ഇങ്ങനെ ഒരു ചേച്ചിയേ ഇല്ല എന്ന് പറഞ്ഞു. അഫി ഉപദ്രവിച്ചതിൻ്റെ ദേഷ്യം മൊത്തം തനിക്ക് മേലെ തീർത്തു. പിന്നീട് പല പ്രാവശ്യം വിളിച്ചു. അവൻ കോൾ എടുത്തില്ല. നിധിയും അവഗണിച്ചു. ബാൽക്കണിയിൽ നിൽക്കുവാണ് ലക്ഷ്മി. അവൻ വന്നത് അറിഞ്ഞിട്ടുണ്ട്. എന്താണ് ലച്ചുമ? ദേ ഞാൻ വന്നു. പിന്തിരിഞ്ഞു നിൽക്കുന്നവളുടെ മുന്നിൽ കയറി നിന്നു. ലക്ഷ്മിയുടെ കണ്ണിലെ വശ്യമായ ഭാവം. അഫി കീഴ്ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു. മനസ്സിലായി. ഇപ്പോൾ വിളിച്ചു വരുത്തി സ്നേഹിക്കണം എന്നൊരു തോന്നലുണ്ടാവാൻ എന്താ കാരണം? അവൾ അവൻ്റെ വലം കയ്യെ പൊതിഞ്ഞു പിടിച്ചു. ഡാഡിയെ കാണാൻ വാവ വന്നു. പെട്ടെന്ന് ഒരു മുഖവുരയുമില്ലാതെ അവൾ പറഞ്ഞതും സത്യമാണോ എന്ന സംശയത്തിൽ അവൻ നിന്നുപോയി. ആർ യു ഷുവർ? അവൾ തലകുലുക്കി സമ്മതം അറിയിക്കും മുന്നേ അവൻ മുട്ടുകുത്തി നിലത്തിരുന്നു. സാരിക്ക് മേലെ മുഖം ചേർത്തു. മിഴികൾ ഉയർത്തുമ്പോൾ അഫിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളേക്കാളേറെ ഒരച്ഛനാവാൻ ആഗ്രഹിച്ചത് അവനാണ്. താങ്ക് യു ലച്ചുമ, മുഖം മാറ്റാതെ പറഞ്ഞു. അവൾ അവൻ്റെ തലമുടിയിൽ അരുമയായി വിരലോടിച്ചു. ഇന്ദുജ മാത്രം വീട്ടിലെ വിശേഷം അറിഞ്ഞില്ല. അറിയിക്കരുതെന്ന് അഫി പ്രത്യേകം പറഞ്ഞിരുന്നു. വാവേ, കളിക്കാൻ കൂട്ടിന് ആള് വന്നല്ലോ. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ
കീർത്തിയുടെ കുഞ്ഞു വയറ്റിൽ നോക്കി സംസാരിക്കുന്നത് ആദിയുടെ ശീലങ്ങളിലൊന്നാണ്. ദേ ആദൂട്ടാ, നിന്നെപ്പോലെ പ്രൊഫസർ അല്ല ഞാൻ. ഇന്ന് 2 സർജറി ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച ഇങ്ങോട്ട് വരുന്നത്. ഒന്ന് ഉറങ്ങാൻ സമ്മതിക്ക്, അവൾ കനത്തിൽ പറഞ്ഞു. ആദി മുഖം വീർപ്പിച്ചതും കീർത്തി ചിരിച്ചുപോയി. ആയിക്കോട്ടെ, പ്രസവം കഴിഞ്ഞ് ഇവനെ ഞാൻ എൻ്റെ ആദുവിൻ്റെ കയ്യിൽ തരും. പിന്നെ അച്ഛനും മോനും കൂടി അടി കൂടുവോ എന്താന്ന് വെച്ചാൽ ആയിക്കോ. രാത്രിയിൽ നല്ല ഉറക്കത്തിലും ആ രാവണന്റെ കരങ്ങൾ മൃദുവായി അണിവയറ്റിനെ തഴുകുന്നുണ്ട്. പിന്നീടുള്ള ദിവസം ആരവ് ഓഫീസിലേക്ക് വന്നില്ല. നിത്യയെ ഡേറ്റിന് മുന്നേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കുഞ്ഞിൻ്റെ പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ സർജറി വേണ്ടി വന്നു. അവൾ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. നീരവെന്ന നീരൂട്ടൻ. അഫിയും ലക്ഷ്മിയും ആദിയും കീർത്തിയും വർമ്മയും കുഞ്ഞിനെ കാണാൻ വന്നു. തിരികെ മടങ്ങുകയും ചെയ്തു. ഒന്ന് നിന്നേ, ഗാംഭീര്യം നിറഞ്ഞ ഇന്ദുജിയുടെ ശബ്ദം ഉയർന്നതും എല്ലാവരും നിന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിനക്കറിയോ? ലക്ഷ്മിക്ക് നേരെയാണ് ചോദ്യം. അവൾക്ക് ദേഷ്യം തോന്നിപ്പോയി. അറിയാം മാഡം. എന്നാ ഇറങ്ങിക്കോ, ഇന്ദുജ പറഞ്ഞു. എവിടേക്ക്? ലക്ഷ്മിക്ക് ക്ഷമ നശിച്ചു പോയിരുന്നു. അവർ എഗ്രിമെൻ്റ് നിവർത്തി പിടിച്ചു നിന്നതും അവൾ പുച്ഛത്തിൽ ചിരിച്ചു. മമ്മ, എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. ഇന്ദുജ വർമ്മ സ്വന്തം ഇഷ്ടത്തിന് ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുമ്പോൾ എന്തുകൊണ്ട് ഡിവോഴ്സ് ഫയൽ ചെയ്തില്ല? അഫിയുടെ ചോദ്യം. വർമ്മ പേരിന് ഒരു ഭർത്താവ് മാത്രമല്ല, 2 മക്കളുടെ അച്ഛൻ കൂടിയായിരുന്നു, ഇന്ദുജ പറഞ്ഞു. ഓ അത് ശരി. എന്നാ എൻ്റെ മമ്മ ചെവി തുറന്ന് കേട്ടോ. ഇവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാ. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല. പിന്നെ ആ എഗ്രിമെൻ്റ് നന്നായൊന്ന് വായിക്ക്. ഇന്ദുജ ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. ബോധം വീണതും എഗ്രിമെൻ്റ് വായിക്കുമ്പോൾ ഉണ്ടായിരുന്ന ബോധം കൂടി പോകുന്ന അവസ്ഥയായിരുന്നു. വക്കീൽ തെറ്റുകാരനല്ല, അഭിമന്യു ചതിച്ചതാ. എൻ്റെ ലോകം പോലും സീതാലക്ഷ്മിയാ. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് അടുപ്പിച്ചു. മരിക്കും വരെ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോട്ടെ. അതുവരെ ശല്യം ചെയ്യരുത് പ്ലീസ് മാഡം, അവൻ അപേക്ഷിക്കുന്നു. പ്രാണൻ പോലെ സ്നേഹിച്ച മകന് മുന്നിൽ കൂനിക്കുറുകി ശില പോലെ നിൽക്കേണ്ടി വന്നു ഇന്ദുജയ്ക്ക്. 4 വർഷങ്ങൾക്ക് ശേഷം. എടാ നീരു, നീ എന്നെ ഇങ്ങനെയിട്ട് ഓടിക്കാതെ. ചെറുതായി ഉന്തിയ വയറും കയ്യിൽ ഒരു പ്ലേറ്റും പിടിച്ച് 4 വയസ്സുകാരൻ നീരവിൻ്റെ പിന്നാലെ ഓടുവാണ് നിത്യ. എൻ്റെ പൊന്നു മോൻ നിന്നെ, അച്ചമ്മ വാരിത്തരാം, ഫാനുമ്മ വാത്സല്യത്തിൽ വിളിച്ചു. കുഞ്ഞൻ സിറ്റൗട്ടും കടന്ന് മുറ്റത്തെത്തിയിരുന്നു. ആരവ് താഴേക്ക് വരുന്നുണ്ട്. എന്താ നിത്തു, ആ ചെക്കന് ഇതൊന്ന് വാരി കൊടുക്ക ആരവേട്ട. അവൾ പ്ലേറ്റ് അവൻ്റെ കയ്യിൽ കൊടുത്തു. നീരു, എന്താ അച്ഛേ? വാ കഴിക്കാൻ, അമ്മ വിളിച്ചതല്ലേ കണ്ണ. ഇനിയും കുരുത്തക്കേട് കാട്ടിയാൽ നാളെ രാവിലെ അംഗൻവാടിയിൽ കൊണ്ടാക്കും. ആരവ് പറഞ്ഞതും നീരുവിൻ്റെ മുഖം മങ്ങി. അച്ഛയുടെ പൊന്നു വാ. കുഞ്ഞിനെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ടു. ഫുഡ് വാരി കൊടുത്തു. നിത്തുവിൻ്റെ വയറ്റിൽ വാവ ഉള്ളതല്ലേ, പാവം നിത്തു. അച്ഛയുടെ നിത്തു എന്തിനാ നീരുവിൻ്റെ വാവാച്ചിയെ വയറ്റിലിട്ടേക്കുന്നേ? തരാൻ പറ. നിത്യ അച്ഛനെ മോനെ നോക്കി കണ്ണുരുട്ടി. ദേ നത്ത് നോക്കി പേടിപ്പിക്കുവാ, പോ. അവൻ ചിണുങ്ങി. ഫാനുമ്മ ചിരിച്ചുപോയി. ഒപ്പം നിത്യയും ആരവും. ക്യാബിൻ ഡോർ തുറക്കുന്ന ശബ്ദം. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ പ്രതീക്ഷയോടെ അങ്ങോട്ടേക്ക് നീണ്ടു. ഗുഡ് മോർണിംഗ് സാർ. പ്യൂണാണ് സുകുമാരൻ. അവൻ പുഞ്ചിരിച്ചു. ജ്യൂസ് ടേബിളിലേക്ക് വെച്ചു. കല്യാണം ഉടനെ ഉണ്ടല്ലേ? ആ, ഈ ആഴ്ച. ആരെയും ക്ഷണിക്കുന്നില്ല, എൻ്റെ ഫാമിലി മാത്രം. നല്ലതാ. പിന്നെ നല്ല മോളാ. അതിന് ഒരു ജീവിതം കിട്ടുമല്ലോ, സന്തോഷം മാത്രം. സുകുമാരൻ കണ്ണു തുടച്ചു. പീതാംബരൻ പോയപ്പോൾ ആ കൊച്ചിനെക്കുറിച്ച് ഓർത്ത് സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. സിദ്ധു ഒന്നും മിണ്ടിയില്ല. സുകുമാരൻ ക്യാബിൻ വിട്ട് പുറത്തിറങ്ങി. നീണ്ട കോറിഡോറിലൂടെ ഒരുവൾ ധൃതിയിൽ നടന്നു വരുന്നുണ്ട്. അയാൾ ഒരു നിമിഷം നിന്നുപോയി. 20 വയസ്സ് മാത്രം പ്രായമുള്ളവൾ ആവണി. നല്ല വണ്ണവും പൊക്കവുമില്ല. ഒരു ചെറിയ പെൺകുട്ടി. മാമ, അവൾ വിളിച്ചു. അയാൾ അവളുടെ നെറുകയിൽ കൈവച്ചു. സാറുണ്ടോ അകത്ത്? ഇതൊന്ന് കൊടുക്കാനാ. കയ്യിലിരുന്ന പേപ്പർ ഉയർത്തി. അയാൾക്ക് കാര്യം മനസ്സിലായി. ഉണ്ട്, മോള് ചെല്ല്. ആവണി പോകുന്നത് നോക്കി നിന്നു. മാധവം സ്പൈസസ്. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് വർഷം 3 ആകുന്നു. അന്നു മുതൽ MD-ആയി
സിദ്ധാർത്ഥ സാറ് ഇവിടെയുണ്ട്. തൊഴിലാളികളോട് പോലും വലിപ്പ ചെറുപ്പമില്ലാതെ പെരുമാറുന്ന ഒരു മുതലാളി. പീതാംബരൻ സെക്യൂരിറ്റി ആയിരുന്നു. 2 വർഷം മുന്നേ നിറഞ്ഞു കുത്തി പെയ്ത മഴയിൽ അവനും ഭാര്യയും പോയി. ആവണിമോള് കോളേജ് ഹോസ്റ്റലിലായിരുന്നു. പാവം, അതിന് ആരും ഇല്ലാണ്ടായി. പഠിത്തം കഴിഞ്ഞ് മോൾക്ക് ഇവിടെ അക്കൗണ്ടിംഗ് സെക്ഷനിൽ ജോലി കൊടുത്തത് ആ സാറാണ്. മേ ഐ? ഡോറ് ചെറുതായി തുറന്നാണ് ചോദിച്ചത്. സിദ്ധു ഒന്നും മിണ്ടിയില്ല. അവൾ കണ്ണ് മുറുകെ അടച്ച് വീണ്ടും ചോദിച്ചു. അവൻ ഗൗരവത്തിൽ മൂളി. അവൾ പരിങ്ങലോടെ ഷോളിന്റെ തുമ്പിൽ പിടിച്ചു. അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. തിരിച്ച് ഒരു ചിരിയാണ് അവൾക്ക് വേണ്ടത്. സമയം എത്രയായി? അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റതും പരിഭ്രമത്തോടെ തിരിഞ്ഞോടാൻ ഒരു ശ്രമം നടത്തി. സിദ്ധു കുപ്പിവളകൾ നിറഞ്ഞു കിടക്കുന്ന കൈത്തണ്ടയ്ക്ക് മേലെ പിടിമുറുക്കി. എവിടേക്കാ? 12 മണിയായി. 10 മണിക്ക് ഇവിടെ വരണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ? വന്നതാ, പക്ഷേ പേടിച്ചിട്ട് അവിടെ നിന്നു. പിന്നെ പാക്കറ്റ് പ്രിന്റിങ്ങിലെ ചേച്ചിക്ക് തലവേദന, അതുകൊണ്ട് അവിടെ ഇത്തിരി നേരം. അതാ ലേറ്റ്, സോറി. ആ കുഞ്ഞു മുഖവും നീണ്ട മൂക്കും വിറയ്ക്കുന്നു. അവന് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതിനു വേണ്ടിയല്ലേ വരാൻ പറഞ്ഞത്? റിസൈൻ ലെറ്റർ സിദ്ധുവിന് നേരെ നീട്ടി. അവനത് വാങ്ങി ടേബിളിലേക്ക് ഇട്ടു. അത് മാത്രമല്ല, അകന്നു നിൽക്കുന്നവളെ വലിച്ചടിപ്പിച്ചു. അയ്യോ വേണ്ട എൻ്റെ കുഞ്ഞു പെണ്ണെ, നീ എന്താ ഇങ്ങനെ? ഈ ആഴ്ച കല്യാണമാണ്. അവൻ്റെ നോട്ടം ആ ചുണ്ടിലേക്ക് നീണ്ടു. തൊടാനായി വന്ന കയ്യിൽ അവൾ പിടിച്ചു. സിദ്ധു ഏട്ടാ, കൊഞ്ചാതടി, ഇന്ന് എന്തായാലും എനിക്ക് വേണം. ഒരു ഉമ്മയ്ക്ക് കല്യാണം വരെ കാത്തിരിക്കുന്ന ആദ്യത്തെ നിർഭാഗ്യവാൻ ഞാനാവും. എനിക്ക് പറ്റില്ല. പിൻകഴുത്തിൽ കൈവച്ചതും ആവണി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഓടി വന്നതും ചേർത്ത് പിടിച്ചതും ഈ സാറും സാറിൻ്റെ അച്ഛനുമാണ്. 1 വർഷം മാത്രമാണ് അച്ഛനിവിടെ ജോലി ചെയ്തത്. ഇവർക്ക് കണ്ടില്ല എന്ന് വെക്കാമായിരുന്നു. പിന്നീട് പഠിക്കാൻ നിർബന്ധിച്ചതും കാശി തന്നതും ഈ മുന്നിൽ നിൽക്കുന്ന മനുഷ്യനാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തേ, വേണ്ട എന്നാണോ? ഓക്കെ, എൻ്റെ ആവണിയുടെ ഇഷ്ടം. അവൻ അകന്നു മാറും മുന്നേ ആ ദൃഢമായ കയ്യിൽ മുറുകെ പിടിച്ചു. താഴ്ന്നു പോയ മുഖം. സിദ്ധുവിൻ്റെ ഉള്ളം ആനന്ദത്തിൽ തുള്ളി കുതിച്ചു. താടിത്തുമ്പിൽ പിടിച്ചു ഉയർത്തി. ഭാഗ്യവാൻ തന്നെയാ, എന്നെ വിഷമിപ്പിക്കല്ലേ, പതിഞ്ഞ ആ പെണ്ണിൻ്റെ ശബ്ദം. സിദ്ധു തല താഴ്ത്തി. നെറ്റിയിലും കവിളിലും ചുണ്ട് ചേർത്തു. ഈ ഭാഗ്യം മതി, ബാക്കി പിന്നെ. ഇപ്പോ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് പോയിക്കോ. അവൾക്ക് അതിൽ പരം സന്തോഷം മറ്റൊന്നില്ല. അവൻ പാൻറ് പതിയെ ഉയർത്തി. വെള്ളിപ്പാദസ്വരം നിറയെ മുത്തുകളാണ്. സിദ്ധുവിൻ്റെ കണ്ണുകൾ കൂർത്തു. അത് മാറ്റാൻ പറയല്ലേ പ്ലീസ്. ഇപ്പൊ വേണ്ട, കിടന്നോട്ടെ, പക്ഷേ മാറ്റും ഞാൻ. അവൾ നാണത്തോടെ വിരൽ കടിച്ചു. 1 ആഴ്ച കൂടിയല്ലേ, അത് കഴിഞ്ഞ് സിദ്ധുവേട്ടനുണ്ട് കേട്ടോ, പെട്ടെന്ന് അവൻ പറഞ്ഞു. ആവണിയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. വല്യച്ഛൻ്റെ വീട്ടിലാണ് താമസം. വല്യമ്മയ്ക്ക് അവൾ അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. കെട്ടിച്ചു വിടാൻ സ്ത്രീധനം വേണ്ടേ എന്നൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് ഈ വിവാഹാലോചന വന്നപ്പോൾ തന്നെ തടസ്സം നിന്നു. വല്യച്ഛൻ ഒന്നും കാര്യമാക്കിയില്ല. സാരിയും ജുവൽസും ഇഷ്ടമായോ? കൊള്ളാം. ഇന്നലെ മാധവൻ സാരിയും സ്വർണവും കൊണ്ടുചെന്ന് അവളെ ഏൽപ്പിച്ചിരുന്നു. വീട്ടിലേക്ക് പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട. അവൾ പോകാതെ നിൽക്കുന്നു. അതിലെന്തോ കാര്യമുണ്ടെന്ന് അവനറിയാം. അതേ സിദ്ധുവേട്ട, ഷർട്ടിൻ്റെ ബട്ടണിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. ഷോപ്പിംഗ് ആണല്ലോ, നീ കാര്യം പറയാവണി. വല്യമ്മയില്ലേ, ഇന്നലെ കൊടുത്തു വിട്ടതിൽ നിന്നും ഒരു വള ചോദിച്ചു. ഞാനങ്ങ് കൊടുത്തു. എടുത്തോട്ടെ അല്ലേ? അവൻ മൗനം പാലിച്ചു. എന്നെ നോക്കിയതല്ലേ, കഴിക്കാനും കിടക്കാനും ഇടം തന്നതാ. ദേ, കഴിച്ചതിൻ്റെയും കിടന്നതിൻ്റെയും കണക്ക് പറയല്ലേ ആവണി. ഞാനാ മാസാമാസം ആ തള്ളയ്ക്ക് കാശ് കൊടുത്തത്. അത് അവൾക്ക് ആദ്യത്തെ അറിവാണ്. ഒരു ഞെട്ടലോടെ അവനെ ചുറ്റിപ്പിടിച്ചു. ആ സ്വർണം അത് നിന്റേതാ. ആർക്ക് വേണോ കൊടുത്തോ. എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്, നിങ്ങൾ കൊടുത്തു വിട്ടതല്ലേ. അതിൽ എന്തൊക്കെയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ആ സ്വർണം ഇട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ സിദ്ധുവേട്ടൻ തന്നെ ചോദിക്കും, ഒരു വള എവിടെയെന്ന്. അതുകൊണ്ടാ ഇപ്പോഴേ പറഞ്ഞത്. ചുരിദാറിന് മേലെ കൂടി ഇടുപ്പിൽ കൈ അമർത്തി.
ശരി, ഓടിക്കോ. ഇനി നീ ഇവിടെ നിന്നാൽ സിദ്ധാർത്ഥ് മാറിപ്പോകും. പറയേണ്ട താമസം അവൾ അവിടെ നിന്നും വലിഞ്ഞു. ആരോടും സംസാരിക്കാൻ ഇന്ദുജയ്ക്ക് തോന്നിയില്ല. വാശി. മക്കളോ ഭർത്താവോ തന്നെ ഒന്ന് വിളിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഉണ്ടായില്ല. ഇന്ദ്രനെ പിന്നെ വിളിച്ചതേയില്ല. നിധിയുടെ വിവാഹം കഴിഞ്ഞു. അവരെ അറിയിച്ചില്ല. പ്രവീണ ഇടയ്ക്ക് വിളിക്കും, വിശേഷങ്ങൾ പറയും. ഒറ്റപ്പെട്ടു പോയപ്പോൾ കഴിഞ്ഞു പോയ നിമിഷങ്ങളുടെ ഓർമ്മകളിൽ വീർപ്പ് മുട്ടി. അതുകൊണ്ട് തന്നെ റൂമിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. പണ്ടും ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്ന ശീലമുണ്ട്. പക്ഷെ അന്ന് അതൊരു സന്തോഷമായിരുന്നു. ഇന്ന് എല്ലാവരും ഡൈനിങ് ഹാളിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു ചിരിക്കുന്നു. അതെല്ലാം കാണുമ്പോൾ ഒരു തളർച്ച പോലെ. വാതിൽ തള്ളി തുറക്കുന്നത് പോലെ തോന്നിയതും ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി. ഒരു കുഞ്ഞി തലയാണ് ആദ്യം കണ്ടത്. ആ മുഖം കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല. കണ്ണുകളും നിറഞ്ഞു പോകുന്നു. എന്നും അകറ്റി നിർത്തിയ ആദിയുടെ കുഞ്ഞിച്ചെക്കൻ, 3 വയസ്സുകാരൻ ധ്രുവാണത്. വരട്ടെ? കൊഞ്ചലോടെയാണ് ചോദ്യം. ഇന്ദുജ വരാൻ കൈ കാട്ടിയതും അവൻ അകത്തേക്ക് കയറി. പിന്നാലെ സ്വർണ്ണ തളയിട്ട 2 ജോഡി കുഞ്ഞു കാൽപാദങ്ങൾ. അഭിമന്യുവിൻ്റെ മൂത്ത പുത്രി 2.5 വയസ്സുകാരി അഭിനയ എന്ന കാളിന്തിയുണ്ട് വാല് പോലെ ധ്രുവിന് പിന്നാലെ. രണ്ടാമത്തെയാൾ അഫയ എന്ന കൺമണി വാതിലിൻ്റെ മറവിൽ നിൽക്കുന്നു. ധ്രുവും കാളിന്തിയും അവർക്ക് അടുത്തേക്ക് നടന്നു. ഇന്ദുജയുടെ കണ്ണ് വീണ്ടും ആ ഒളിച്ചു നിൽക്കുന്ന കുട്ടി കുറുമ്പിയിലാണ്. ടിൻസ് ആണേലും കാളിന്തി അഫിയെ പോലെയാണ്, കൺമണി സീതയെ പോലെയും. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? കയറി വാ, ഇന്ദുജ വാത്സല്യത്തോടെ വിളിച്ചു. വാ കുഞ്ഞുമോളെ. ധ്രുവ് ഓടിച്ചെന്ന് കൺമണിയുടെ കയ്യിൽ പിടിച്ചു. കുഞ്ഞു പാവാടയിൽ പിടിച്ച് പതുങ്ങി പതുങ്ങി നടന്നു. വക്കു പറയോ? പെട്ടെന്ന് പേടിയിൽ ഒരു ചോദ്യവും ഉയർന്നു. ഇന്ദുജയുടെ ഹൃദയം പൊടിഞ്ഞുപോയി. കാളിന്തി ബെഡിൽ കയറി അവർക്ക് അടുത്തിരിക്കുവാണ്. അവിടെ ഒരു പേടിയില്ല. ധ്രുവ് ഇന്ദുജയ്ക്ക് ഇപ്പുറത്തെ സൈഡിലായിരുന്നു. കൺമണിയെ പൊക്കിയെടുത്ത് മടിയിലിരുത്തി. മമ്മ, കാളിന്തി വിളിച്ചു. മമ്മയല്ല, ഗ്രാൻഡ്മയാ, ഇന്ദുജ പറഞ്ഞു. ഡാഡി മമ്മ എന്നല്ലേ വിളിച്ചു? ഞാനും അങ്ങനെ വിളിച്ചു. ഇല്ല ചേട്ടാ. ധ്രുവും അവൾക്കൊപ്പം തല കുലുക്കുന്നുണ്ട്. മടിയിലിരിക്കുന്ന കൺമണി മാത്രം ഒന്നും മിണ്ടുന്നില്ല. തല താഴ്ത്തിയിരിപ്പാണ്. എന്തേ ഡാഡിയുടെ കണ്ണ് ഒന്നും മിണ്ടാത്തേ? അങ്ങനെ വിളിക്കുന്നത് കൺമണിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഇന്ദുജയ്ക്ക് അറിയാം. കണ്ണ് പറ, മമ്മയാണോ ഞാൻ? ആ, ഡാഡി എപ്പോഴും പറയുമല്ലോ. ആ കുഞ്ഞു ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സുന്ദരി. താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചതും കാളിന്തിയുടെ മുഖം ചുളിഞ്ഞു. എന്തേ, ഞാൻ സുന്ദരിയല്ലേ? അയ്യോ ആണ്, അല്ലാന്ന് ഞാൻ പറഞ്ഞോ? 3 പേരെയും ഇരു കൈയാൽ മാറിലേക്ക് ചേർത്ത് പിടിച്ചു. മമ്മയുടെ മക്കൾ തന്നെയാ. മാഡം, മക്കൾ ഇവിടെ ഉണ്ടായിരുന്നോ? വാ. ഫുഡ് എടുത്ത സമയം കൊണ്ട് മുങ്ങിയല്ലേ? എവിടെയൊക്കെ അന്വേഷിച്ചു അറിയോ? സിനി മക്കൾക്ക് ഫുഡുമായി വന്നതാണ്. ദോ മമ്മ വാരി തരൂ ആൻറ്റി, കാളിന്തി പറഞ്ഞു. ഇന്ദുജ അവരുടെ കയ്യിലിരിക്കുന്ന പ്ലേറ്റിന് വേണ്ടി കൈ നീട്ടി. സിനി പകച്ചു നിന്നുപോയി. നാളെ മുതൽ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കണ്ടാട്ടോ, അവിടെ ഇരിച്ചാലോ? ആദ്യയെ പോലെ പക്വതയോടെയുള്ള പെരുമാറ്റമാണ് ധ്രുവിന്. ഇന്ദുജ തലകുലുക്കി. പുറത്തുനിന്ന് എല്ലാം നോക്കി കാണുന്നുണ്ട് വർമ്മയും, ആദിയും, കീർത്തിയും, അഫിയും, ലക്ഷ്മിയും. എൻ്റെ ഇന്ദുവിന് എല്ലാം തിരിച്ചറിയാൻ ഇത്രയും വർഷമെടുത്തു. വർമ്മ നിശ്വാസത്തോടെ തിരിഞ്ഞു നടന്നു. അഫിയും ലക്ഷ്മിയും അവിടെ നിന്ന് പോയി. പക്ഷേ ആദി മാത്രം ആ നിൽപ്പാണ്. കണ്ണുകൾ കര കവിഞ്ഞൊഴുകുന്നുണ്ട്. എന്നോ താൻ ആഗ്രഹിച്ച അമ്മയുടെ വാത്സല്യവും ചൂടും തൻ്റെ മകൻ അറിയുന്നല്ലോ, അവനെ അകറ്റി നിർത്തിയില്ലല്ലോ എന്ന സന്തോഷം. ആദു, അവൻ്റെ കണ്ണ് നിറഞ്ഞാൽ കീർത്തിക്കും സഹിക്കാൻ പറ്റില്ല. അവളും വിതുമ്പുന്നുണ്ട്. എൻ്റെ രാവണ, രണ്ടും ഇപ്പൊ വരും അറിയാലോ. അവര് മമ്മയുമായി കൂട്ടായില്ലേ? ഇനി ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കണ്ട. അഫിയുടെ കണ്ണിൽ മിന്നി മറയുന്ന തിളക്കം. ലക്ഷ്മി ബെഡിലേക്ക് ചരിഞ്ഞു കിടന്നു. മമ്മ മമ്മ എന്ന് മക്കൾ കേൾക്കെ പറഞ്ഞത് അമ്മയെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കാനും അവരെ അടുപ്പിക്കാനും വേണ്ടിയാണല്ലേ അഫി? എനിക്ക് എൻ്റെ മമ്മയെ വേണം, പുതിയ ഒരു ഇന്ദുജയെ. സീതയുടെ നെറ്റിത്തടത്തിൽ അവൻ്റെ വിരൽ മയിൽപ്പീലി പോലെ ഇഴഞ്ഞു നീങ്ങി. ആ സ്പർശനത്തിൽ കറങ്ങുന്ന ഭൂമി പോലും നിന്നതുപോലെ അവൾക്ക് തോന്നിപ്പോയി.
ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായ അനുഭൂതി പകർന്നു തരുന്ന ഒരുവൻ. എൻ്റെ മാത്രം. ഇടയ്ക്ക് അവൻ മന്ത്രിക്കുന്നുണ്ട്. ഡാഡി ഉച്ചത്തിലുള്ള വിളിയാണ്. അഫി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ആ ഒരാളുടെ വിളിയിൽ അവനൊന്ന് വിറയ്ക്കും. അത്രയ്ക്കും കാന്താരിയായ കുറുമ്പി പെണ്ണിൻ്റെ സ്വരമാണത്. ലക്ഷ്മി സാരി നേരെയിട്ടു. അവനെ നോക്കി പുഞ്ചിരിച്ചു. ഡോറ് ലോക്കല്ല വാവേ. ലക്ഷ്മി പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ ഹാൻഡിൽ തിരിഞ്ഞു. ഓടിപ്പിടിച്ച് വരുന്നത് കണ്ടാൽ ഇപ്പോൾ വീഴും എന്ന് തോന്നിപ്പോകും. എൻ്റെ കാന്തി സൂക്ഷിച്ച്. അഫി കാളിന്തിയെ അങ്ങനെയാണ് വിളിക്കാറ്. ലക്ഷ്മിയുടെ മടിയിൽ കയറിയിരുന്നു. തോളിലിരുന്ന കൺമണിയെ നിലത്താക്കി സിനിയും പോയി. അഫിയുടെ ചുണ്ടിലെ പുഞ്ചിരിക്ക് ഒരു പ്രത്യേക അഴകാണ്. രണ്ടു മക്കളും ഒരുപോലെ ആണേലും കൺമണിയിൽ ഒരു പൊടി ഇഷ്ടം കൂടുതലുണ്ട്. അവളിൽ സീതയെ കാണുവാണവൻ. കൈ രണ്ടും വിടർത്തി പിടിച്ചതും കുച്ചരി പല്ലികാട്ടി ചിരിച്ചുകൊണ്ട് വേഗത്തിൽ തെന്നി തെറിച്ച് നടക്കുന്നു. അഫി കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിലിരുത്തി. കൺമണി അവൻ്റെ വിളിയിൽ അച്ഛൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കുഞ്ഞി കൈകൾ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. കാളിന്തി വന്ന ഉടനെ കാര്യത്തിലേക്ക് കടന്നു. അവിടെ പിന്നെ വിശപ്പടങ്ങിയാലും ഇത് പ്രധാനമാണ്. കാന്തി ഇത് നല്ലതല്ലാട്ടോ. ലക്ഷ്മി നിർത്തിക്കോ. രണ്ടും വലുതായി 2.5 വയസ്സായില്ലേ. ഇനി മാമുണ്ണുന്ന പരിപാടി ഇവിടെ നടക്കില്ല. അഫി ഗൗരവത്തിൽ പറഞ്ഞു. കൺമണിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കാളിന്തി തല ഉയർത്തി അവനെ കൂർപ്പിച്ച് നോക്കി. പിന്നെ ലക്ഷ്മിയെയും. അവൾ കണ്ണ് ചിമ്മി. തലമുടിയിൽ പതിയെ തഴുകി. ഡാഡി ചുമ്മാ പറഞ്ഞതാ. കുഞ്ഞ് അകന്നു മാറി. ചുണ്ടിനെ നാവിനാൽ നുണഞ്ഞു. എന്തോ പറയാൻ പോവുകയാണെന്ന് അഫിക്ക് മനസ്സിലായി. പക്ഷേ എന്താവും എന്ന ആലോചനയിലാണവൻ. ഇത്രയുണ്ട്, എന്തു ചെയ്യും? ചീത്തയായി പോവില്ലേ ഡാഡിക്ക്? കുഞ്ഞിനെ അവൾ തന്നിലേക്ക് അമർത്തി. അഫി വായ പൊളിച്ചിരിക്കുവാണ്. എന്താ അഫി, എത്ര കിട്ടിയാലും പഠിക്കില്ല അല്ലേ? സാരല്ല പോട്ടെ, രാവണൻ്റെ തനി പകർപ്പാ. അവൾ അവനെ കളിയാക്കി. എൻ്റെ കണ്ണിന് മാമു വേണ്ടേ? വേണമെന്നുണ്ട്, പക്ഷേ അവിടെ ചിരിയാണ്. അഭിമന്യു വർമ്മ എന്ന രാവണനെ പോലും മയക്കുന്ന പുഞ്ചിരി. ധ്രുവ് ഇന്ദുജയ്ക്കൊപ്പമുണ്ട്. അവർ അവൻ്റെ വയറ്റിൽ ഇക്കിളി കൂട്ടി ചിരിപ്പിക്കുന്നു. ആദിയുടെ നിയന്ത്രണം വിട്ടുപോയ നിമിഷം അവർ ആ മകനെ ഒന്ന് നോക്കി. അമ്മ കണ്ടു എന്ന് തോന്നിയതും പെട്ടെന്ന് അവൻ തിരിഞ്ഞു നടന്നു. ആദി ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. അമ്മയാണ് വിളിക്കുന്നത്, അതും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. മക്കളെ ഓടിച്ചെല്ലാനും കെട്ടിപ്പിടിക്കാനും ഉള്ളം കൊതിച്ചുപോയി. കെട്ടഴിഞ്ഞ ആട്ടിൻകുട്ടിയുടെ അവസ്ഥ. അമ്മയ്ക്കരികിലേക്ക് പാഞ്ഞടുക്കുന്നവനെ നോക്കിക്കൊണ്ട് കീർത്തി ധ്രുവിനെയും എടുത്ത് അവിടെ നിന്നും പോയി. ആ മടിത്തട്ടിൽ വാത്സല്യത്തിൻ്റെ ചൂടിൽ ആദി ചിരിക്കുന്നുണ്ട്, കളി പറയുന്നുണ്ട്. ഹാളിലിരുന്ന വർമ്മയുടെ കണ്ണിൽ ഒരു തുള്ളി നീർമുത്ത് പൊടിഞ്ഞു. കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുന്നേ അഫിയും ലക്ഷ്മിയും ആദിയും കീർത്തിയും കുട്ടിപ്പട്ടാളങ്ങളും വീട്ടിലെത്തിയിരുന്നു. അച്ചമ്മയുടെ പിന്നാലെയാണ് കുഞ്ഞുങ്ങൾ. മുത്തശ്ശി കഥ കേൾക്കാനാണ് ഈ നടത്തം. അച്ചമ്മ പിന്നെ കഥയുടെ സ്റ്റോക്ക് തീരുമ്പോൾ ആദ്യം പറഞ്ഞത് വീണ്ടും പറയും. ധ്രുവും കൺമണിയും പുതിയ കഥ പോലെ കേട്ടിരിക്കും. കാളിന്തിയുടെ ഒരു നോട്ടമുണ്ട്. ഇത് പറ്റിപ്പ മുത്തശ്ശി, വീറോടെ പറഞ്ഞ് കുണുങ്ങിയുള്ള ഓട്ടവും. അഫി അവളുടെ പ്രവൃത്തികൾ കാണുമ്പോൾ പൊട്ടിച്ചിരിക്കും. പട്ടു സാരിയും ചുറ്റി മുന്നിൽ നിൽക്കുന്ന തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി നിൽക്കുവാണ് സിദ്ധു. ആദിയും അഫിയും അവൻ്റെ ഇരുതോളിലും അമർത്തി പിടിച്ചു. എൻ്റെ ചെക്ക 25 വയസ്സാണ്, മറക്കണ്ട. കല്യാണ ചെക്കനാണ് എന്ന് ഓർമ്മ പോലും ഇല്ലാതെ അവൻ അഫിയെ കെട്ടിപ്പിടിച്ചു. ചേട്ടാ, സ്ഥാനം കൊണ്ട് അളിയനാണേലും കണ്ട നാൾ മുതൽ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. തൻ്റെ പാതിയായി അവളെ സ്വന്തമാക്കി. സിന്ദൂരത്തോടൊപ്പം ചുണ്ടിൻ്റെ ചൂടും പകർന്നു. വലങ്കയിൽ ഇടങ്കൈ ചേർത്ത് മുറുക്കി. ആവണിക്ക് ചായാൻ ഒരു തണലായി സിദ്ധാർത്ഥ് കൂടെ ഉണ്ടാവും എന്ന വാക്കാണത്. ഈവനിങ് റിസപ്ഷൻ ഉണ്ടായിരുന്നു. 2 ഏട്ടന്മാരുടെയും വക ഗ്രാൻഡ് ഫംഗ്ഷൻ. സിദ്ധുവിൻ്റെ ഓഫീസ് സ്റ്റാഫ്സിനെ എല്ലാം അഫി രഹസ്യമായി ക്ഷണിച്ചിരുന്നു. രാത്രിയുടെ നിശബ്ദത. ആ കുഞ്ഞിപ്പെണ്ണ് അവൻ്റെ ജീവനിൽ ലയിച്ച് ചേർക്കപ്പെട്ടു. ചുംബനത്തിൻ്റെ മധുരവും ചെറുനോവും കൂടിക്കലർന്ന അവൻ്റെ പ്രണയം. രാവിലെ തന്നെ അഫിയും ആദിയും പോകാനിറങ്ങി. സിദ്ധു നിർവികാരമായി നിൽക്കുന്നു.
ഓഫീസ് കാര്യങ്ങൾ നിനക്കറിയാലോ, പോയേ പറ്റൂ. ആദിക്ക് കോളേജിൽ പോകണം, കീർത്തിക്ക് ഹോസ്പിറ്റലിലും, പിന്നെ നിന്റെ സീതേച്ചിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ലക്ഷ്മി ശക്തിയിൽ അവൻ്റെ തോളിൽ അടിച്ചു. ദേ, രാവിലെ ഓഫീസിൽ പോയാൽ അഫിക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. ഈ കുരുപ്പുകളെ മേയ്ക്കാൻ വലിയ പാടാ. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഓഫീസിൽ പോകാം, അഫി മക്കളെ നോക്കിക്കോ, സീത കനത്തിൽ പറഞ്ഞു. അയ്യോ എൻ്റെ ലച്ചുമ, ചതിക്കല്ലേ. ധ്രുവിനൊപ്പം കാളിന്തിയും കൺമണിയും ആദിയുടെ കാറിൽ കയറി. ചേട്ടനുണ്ടേൽ പിന്നെ അവർക്ക് അവരുടെ ലോകമാണ്. മാധവൻ അഫിയെ നോക്കി തലകുലുക്കി. അതിൽ ഒരു നന്ദി വാക്കുണ്ട്. എല്ലാവരും യാത്ര പറഞ്ഞു പോയി. സിദ്ധു സിറ്റൗട്ടിലെ പടിക്കെട്ടിലിരുന്നു. അടുത്ത് മാധവനും. അച്ചമ്മ ഫില്ലറിൽ ചാരി നിൽക്കുവാണ്. ജീവിതം ഇങ്ങനെയും മാറി മറിയും അല്ലേ അച്ഛാ? അഭിമന്യു വർമ്മയുടെ വരവ് ഇന്നും എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. മരണം വരെ മറക്കുകയുമില്ല. സിദ്ധാർത്ഥ് നെഞ്ചിൽ പതിയെ തഴുകി. കാറ് ആ വീട്ടിന് മുന്നിലെത്തിയതും അവൾ അഫിയുടെ കയ്യിൽ പിടിമുറുക്കി. ഈ വീട് ഏതാന്നറിയോ അഫി? അവന് അതുമാത്രം അറിയില്ല. 1 വർഷം സീതാലക്ഷ്മി ഇവിടെയായിരുന്നു. ഇരുട്ടിൽ എൻ്റെ ജീവന് വേണ്ടിയല്ല ഞാൻ ഓടിയത്, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാ. അവൾ സീറ്റിലേക്ക് ചാരി കിടന്നു. ഓടിയത് നന്നായി, ഇല്ലേൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വരുമായിരുന്നു. അവൻ്റെ ശബ്ദം ഒരു ശ്രുതി പോലെ അവളുടെ ചെവിയിൽ തുളച്ച് കയറി. സീത കണ്ണുകൾ അടച്ചു. ചുണ്ടിൽ നാണം നിറഞ്ഞു. സിദ്ധൂട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. അവൻ ആഗ്രഹിച്ച ജീവിതം, സ്വപ്നങ്ങൾ എല്ലാം നേടിക്കൊടുത്തത് എൻ്റെ അഫിയ. പഠിപ്പിച്ചു. ഒരു സ്ഥാപനത്തിൻ്റെ MD ആയി അവനെ വളർത്തിയതിന് ഞാൻ എന്താ തരിക? കവിൾത്തടം വഴി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ അവൻ ഒപ്പിയെടുത്തു. തെറ്റിപ്പോയി സീത. മാധവം സ്പൈസസ് എന്ന സ്ഥാപനം അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സിദ്ധു അതിൽ വിജയിക്കുമോ എന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ വളർച്ച, അത് അവൻ്റെ അധ്വാനമാണ്. എനിക്കതിൽ പങ്കില്ല. വിദേശത്ത് വരെ നമ്മുടെ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റിംഗ് ആണ്. അത് അവൻ്റെ മാത്രം കഴിവാണ്. ഞാൻ ഒപ്പം നിന്നു, ഒരു ഗുരുനാഥനായി മാത്രം. അവളുടെ കൈ അവൻ മെല്ലെ എടുത്ത് നെഞ്ചിലേക്ക് വെച്ചു. നീയല്ലേടി രാവണൻ്റെ പ്രാണൻ? അവിടെ അവൻ്റെ ഹൃദയമിടിപ്പ് അവൾക്കായി മാത്രം മിടിച്ചു. ഇനി അങ്ങോട്ട് അവരുടേത് മാത്രമായ ഒരു ലോകത്തേക്കുള്ള യാത്രയാണ്. തടസ്സങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഒപ്പമുള്ളത് രാവണനാണ്.